ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. ശ്രേഷ്ഠരായ ആൾക്കാരെ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് ശക്തന്മാരായിരിക്കും, ഒന്ന് ദരിദ്രവാസികളായിരിക്കും. ഈ ശക്തന്മാരുടെ മുമ്പിൽ ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് ആർക്കും പിടിച്ചു നിൽക്കാനേ കഴിയില്ല. അവർ ശക്തരാണ്. കായിക ബലത്തിലായാലും ഏത് തരത്തിലായാലും അവർ നല്ല ബലവാന്മാരായിരിക്കും. അപ്പോൾ അവരുടെ മുമ്പിൽ മറ്റുള്ളവർ താഴ്ന്നു കൊടുത്തേ പറ്റൂ, ഒരു സംശയവുമില്ല. പക്ഷേ ഈ ശക്തന്മാരായ ആൾക്കാർക്ക് ഒരു വലിയൊരു ഗുണവും കൂടെ ഉണ്ടെങ്കിൽ അവർ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരായി മാറും. ഈ ശക്തന്മാർക്ക് ക്ഷമാശീലം കാണും. അവർ നന്നായിട്ട് ക്ഷമിക്കും. മറ്റുള്ളവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ തിരുത്തിയാൽ മാത്രം മതി. അത് തിരുത്തുകയും വേണം. ആ തെറ്റുകൾ പിന്നീട് ആവർത്തിക്കാനും പാടില്ല. ആ തെറ്റുകൾ മാത്രമല്ല, പിന്നീട് വരുന്ന തെറ്റുകൾ ആവർത്തിക്കാനും പാടില്ല. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഈ ശക്തർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ശക്തന്മാരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് ശക്തിയും ഉണ്ട്, അതോടൊപ്പം തന്നെ ക്ഷമിക്കാനുള്ള ആ പ്രവണതയും അവർക്കുണ്ട്. ഈ ക്ഷമാശീലം അവരെ വളർത്തുന്നത് അവർ ശക്തരായത് കൊണ്ട് മാത്രമല്ല, അവർക്ക് ഈ ശക്തിയുടെ വലിപ്പം നന്നായിട്ടറിയാം. അവർ ക്ഷമിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്കും അതിൻ്റേതായ നേട്ടം കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ നന്നായിട്ട് ക്ഷമിക്കുന്നത്. ഈ ക്ഷമയെ ആരും അതിനെ ദുർബലമായി കാണരുത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശക്തൻ്റെ ആ ഭാഗത്തുനിന്ന് കിട്ടുന്ന ക്ഷമാശീലത്തിൽ നിന്നും കിട്ടുന്ന ആ മഹാഭാഗ്യം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുകയേയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശ്രേഷ്ഠന്മാരിൽ ഒരാൾ ശക്തനുമാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ക്ഷമിക്കാനുള്ള ആ ശക്തിയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അദ്ദേഹം ഒരു ശ്രേഷ്ഠനായി മാറുന്നത്. അതേപോലെ തന്നെ ദരിദ്രവാസികളുണ്ട്. ദാരിദ്ര്യം നിറഞ്ഞു കിടക്കുന്ന ആൾക്കാരായിരിക്കും. അവർ കഷ്ടം, നഷ്ടം, ദുഃഖം, ദാരിദ്ര്യം, വിഷമം എല്ലാം നന്നായിട്ട് അനുഭവിച്ച് പട്ടിണി എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി അത്രയ്ക്ക് വേദനിക്കുന്ന മനുഷ്യർ നന്നായിട്ട് ദാനം ചെയ്യും. അത് അപൂർവമാണ്. ദരിദ്രവാസികൾക്ക് ദാനം ചെയ്യാൻ ഒന്നും കാണില്ല. പക്ഷേ അവരുടെ കയ്യിലുള്ളത് അവർ ദാനം ചെയ്തിരിക്കും. അപ്പോഴവർ വളരെ ശ്രേഷ്ഠരായി മാറും. ദാരിദ്ര്യത്തിലും അവർ മറ്റുള്ളവരെ സഹായിക്കുന്നു. അതൊരു വലിയ സവിശേഷതയാണ്. ഇതാണ് പ്രധാനപ്പെട്ടതായി പറയുന്ന രണ്ട് കാര്യം. രണ്ട് ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നത്, ഒന്ന് ശക്തൻ, അവന് ക്ഷമാശീലം കാണും. അതുപോലെ ഒരു ദരിദ്രവാസിക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള മനസ്സും കാണും. ഇത് ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് ശ്രേഷ്ഠന്മാരായിട്ട് പരിഗണിക്കാനും കഴിയില്ല. ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം നമുക്കുണ്ടായിരിക്കണം. അത് വളർത്തിയെടുക്കാൻ എല്ലാവരാലും കഴിയും. ആർക്കും പറ്റാത്ത കാര്യമല്ല. ദാരിദ്ര്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ആൾക്കാർ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവല്ല. സത്യം പറഞ്ഞാൽ ഈ ദരിദ്രവാസികളായിരിക്കും മറ്റുള്ളവരെ കൂടുതൽ സഹായിക്കുന്നത്. അതൊരു വലിയൊരു സത്യമാണ്. അത് നമ്മൾ ആഴത്തിൽ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇത് സാധ്യമാണ്. ശക്തനും സാധ്യമാണ്, ദരിദ്രവാസിക്കും സാധ്യമാണ്. ദരിദ്രവാസി എന്ന് പറയുമ്പം പുച്ഛിച്ച് പറയുന്ന ഒരു വാക്കല്ല. ആ വാക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാരെ അങ്ങനെ മാത്രമേ വിളിക്കാൻ കഴിയൂ.
ഇപ്പം എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഇതേപോലെ നമുക്ക് എടുക്കാനും കഴിയും, മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയും. ഈശ്വരൻ എന്ന വൻ ശക്തി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എത്ര ശക്തനാണ് നമ്മളെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു രീതി നമ്മുടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സും കാണും. ഇവരെ നമ്മൾക്ക് ശ്രേഷ്ഠർ എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ. ഇതാണ് സത്യം. ഈശ്വരൻ എല്ലാ ഭാഗ്യവും കൊടുക്കാൻ കഴിയും, നമ്മൾക്ക് എല്ലാ ഭാഗ്യവും എടുക്കാൻ കഴിയും. എല്ലാവരും ഈ മഹാഭാഗ്യം എടുക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. എല്ലാവർക്കും വേണം ഈ മഹാഭാഗ്യം. ഭഗവാനിൽ നിന്ന് നേടിയെടുക്കുക. എല്ലാവർക്കും കിട്ടും, ഉറപ്പാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു.